നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ നേഴ്സ് ദമ്പതികളുടെ മരണം. ഈ മരണത്തെക്കുറിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ആ മരണത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മലയാളി ദമ്പതികളെ ഫ്ളാറ്റിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് അധികൃതർ ഉത്തരവിട്ടിരിക്കുന്നത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ജാബർ ആശുപത്രിയിലെ നേഴ്സായ കണ്ണൂർ ശ്രീകണ്ഠപുരം നടുവിൽ സ്വദേശി സൂരജ് എന്ന 40 വയസ്സുകാരൻ, ഡിഫൻസ് ആശുപത്രിയിൽ നേഴ്സായ ഭാര്യ എറണാകുളം കോലഞ്ചേരി മണ്ണൂർ കൂഴൂർ കട്ടക്കയം ബിൻസി എന്ന 35-കാരി. കുടുംബവഴക്കിനെ തുടർന്ന് ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സൂരജ് സ്വയം കുത്തിമരിച്ചുവെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്നാൽ തുടക്കം മുതൽ ഏറെ അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു ഈ കേസിൽ. സംഭവം നടക്കുന്നത് കുവൈറ്റിൽ. ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിനടുത്ത് നിരവധി മലയാളി കുടുംബങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇരുവരും പരസ്പരം കുത്തിമരിച്ചു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നു. ഗൾഫ് മാധ്യമങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ദേശീയ പത്രങ്ങളും കേരളത്തിലെ പ്രാദേശിക മാധ്യമങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള വാർത്തയാണ് തുടക്കം മുതൽ നൽകിയത്. ഇരുവരുടെയും മരണത്തിന് പിന്നാലെ തെറ്റിദ്ധാരണാജനകമായ ഈ വാർത്തകൾ പരത്തിയത് ആരാണ്? അഥവാ ബിൻസിയുടെ കയ്യിൽ കത്തിയുണ്ട് എന്ന തരത്തിൽ വരെ വാർത്തകൾ വന്നിരുന്നു തുടക്കത്തിൽ. എന്നാൽ കൊലപാതകത്തിനിടയിൽ ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സൂരജ് ബിൻസിയുടെ സുഹൃത്തുക്കൾക്ക് ബിൻസി തൻ്റെ കൈകൊണ്ടുപോയി എന്നും താൻ മരിക്കാൻ പോകുന്നുവെന്നും സന്ദേശം അയച്ചിരുന്നു. മൊബൈൽ ഫോണുകളിൽ അയച്ച ഈ സന്ദേശങ്ങളാണ് സൂരജ് ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സ്വയം കുത്തിമരിച്ചു എന്ന നിഗമനത്തിൽ തൊട്ടടുത്തുള്ള മലയാളി കുടുംബങ്ങൾ എത്തിച്ചേരാനുള്ള കാരണം. പോലീസിനോടും ഇത്തരത്തിലാണ് മിക്ക കുടുംബങ്ങളിലുള്ളവരും മൊഴി നൽകിയത്. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയയിലെ ജലീഷ് അൽ ഷുയൂഖിലാണ് സംഭവം. ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായതായും പിന്നീട് സ്ത്രീ സഹായത്തിനു വേണ്ടി നിലവിളിച്ചുവെന്നും അയൽക്കാർ പറയുന്നു. പോലീസ് വാതിലിൽ പലതവണ മുട്ടി, എന്നാൽ പ്രതികരണമുണ്ടായില്ല. തുടർന്ന് വാതിൽ പൊളിച്ചകത്ത് കടന്നു. എന്നാൽ തുടക്കത്തിൽ പുറത്തു വന്ന വാർത്തകൾ വ്യത്യസ്തമായിരുന്നു. കാവൽക്കാരനാണ് ഇരുവരും വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് എന്ന നിലയിൽ വാർത്തകൾ പരന്നിരുന്നു. അടിമുടി ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ദമ്പതികളുടെ കൊലപാതകത്തിൽ. ഇനി ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഇരുവരെയും അറിയാവുന്നവർ ചില വസ്തുതകൾ വെളിപ്പെടുത്തുന്നു. സൂരജ് കടുത്ത സംശയരോഗിയാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് മടങ്ങിയെത്തിയതിനു പിന്നാലെയാണ് ഇരുവർക്കുമിടയിൽ വഴക്കുണ്ടായത്. നേരത്തെ മുതൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പലവിധ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച യാതൊരുവിധ വിവരവും ബന്ധുക്കൾക്കില്ല. ഇരുവരുടെയും ബന്ധുക്കൾ പറയുന്നത് വലിയ സൗഹാർദ്ദത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നതെന്ന്. ബിൻസിക്ക് സൂരജിനെയും സൂരജിന് ബിൻസിയെയും വളരെ സ്നേഹമായിരുന്നു. ഇരുവരും കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഒട്ടനവധി ദുരൂഹതകൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. കുത്തുകൊണ്ട ബിൻസി സഹായത്തിനായി നിലവിളിച്ചുവെന്ന് അയൽക്കാർ പറയുന്നു. പിന്നെന്തുകൊണ്ടവർ സഹായത്തിനായി ഓടിച്ചെന്നില്ല? തൊട്ടടുത്ത ഫ്ളാറ്റിലുള്ളവർ പറയുന്നത് കുടുംബ പ്രശ്നമായതുകൊണ്ട് തങ്ങൾ ഇടപെട്ടില്ല എന്നാണ്. എന്നാൽ കുത്തേറ്റ നിലയിൽ ഒരു യുവതി നിലവിളിക്കുന്നു എങ്കിൽ ആ നിലവിളി അസാധാരണമായിരിക്കും എന്നത് വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് തൊട്ടടുത്തുള്ള മലയാളി കുടുംബങ്ങളിലെ ആരും തിരിഞ്ഞു നോക്കാത്തത്? ബിൻസിയുടെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് ലഭിച്ചു എന്നത് സൂരജിലേക്കുള്ള സംശയത്തിൻ്റെ വഴി തുറക്കുന്നു. എന്നാൽ ഈ മെസ്സേജുകൾ അയച്ചത് സൂരജ് തന്നെയാണോ എന്ന അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. പോലീസ് എത്തി പ്രോസിക്യൂട്ടറുടെ അനുമതി തേടിയതിനു ശേഷമാണ് അവർ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നത്. ബിൻസിയുടെ മൃതദേഹം ആദ്യം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു. തുടർ പരിശോധനയിൽ അല്പം മാറി സൂരജിനെയും കണ്ടെത്തി. ദാമ്പത്യ പ്രശ്നത്തിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഭാര്യയെ ഇത്ര നിഷ്കരണം കഴുത്തറുത്ത് സൂരജ് കൊലപ്പെടുത്തുമോ? നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെ അവധിയായതുകൊണ്ട് ഇക്കഴിഞ്ഞ മാസം അവർ കുവൈറ്റിൽ കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ആ കുട്ടികളെ നാട്ടിൽ തിരികെ കൊണ്ടുവിട്ടതിന് ശേഷം 4 ദിവസം തികയുന്നതിന് മുൻപാണ് ഇപ്പോൾ ഈ ക്രൂര കൊലപാതകത്തിൻ്റെ വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഇവർ രണ്ടുപേരുമല്ലാതെ മറ്റാരും ഫ്ളാറ്റിലേക്ക് പോയിട്ടില്ല എന്ന് തൊട്ടടുത്തവർ പറയുന്നു. ഫ്ളാറ്റ് പൂട്ടിയ നിലയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും അകത്ത് കടക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും CCTV അടക്കം പരിശോധിച്ച് ബാഹ്യ ഇടപെടൽ ഉണ്ടായില്ല എന്ന് ഉറപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിൽ ഹാളിലാകെ രക്തം തളം കെട്ടിക്കിടക്കുന്നു. ഭാര്യയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് സൂരജ് ആത്മഹത്യ ചെയ്തു എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലും പ്രതിരോധ മന്ത്രാലയത്തിലും നഴ്സുമാരായി ജോലി നോക്കുന്ന ദമ്പതികൾ. കുവൈറ്റ് പോലൊരു രാജ്യത്ത് ഏറ്റവും സുന്ദരമായ ജോലി എന്നിതിനെ വിശേഷിപ്പിക്കാം.
കാരണം ഏറെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ജോലി തന്നെയാണ്. ഇഷ്ടം പോലെ പണം കയ്യിൽ വരുന്ന ജോലി. ദീർഘകാല പ്രണയം സഫലമാക്കിയാണ് ഇരുവരും വിവാഹം കഴിച്ചത്. അതാവട്ടെ നമ്മൾ അമ്പരന്ന് പോകുന്ന വലിയ കഥ. ബിൻസിക്ക് സൂരജിനോട് അത്രമേൽ ഇഷ്ടമായിരുന്നു. സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക നിലയിലുള്ള കുടുംബമാണ് ബിൻസിയുടേത്. നേഴ്സിംഗ് പഠനശേഷം ബിൻസി ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴാണ് സൂരജിനെ പരിചയപ്പെടുന്നത്. സൂരജിനോട് BSc നഴ്സിംഗ് പഠിക്കാൻ ബിൻസി ആവശ്യപ്പെട്ടു. അതിനുവേണ്ട പഠനച്ചിലവ് താൻ വഹിച്ചുകൊള്ളാമെന്നാണ് ബിൻസി പറഞ്ഞത്. തൻ്റെ ശമ്പളം കൊണ്ട് സൂരജിനെ BSc നഴ്സിംഗ് പഠിപ്പിച്ചത് ബിൻസി തന്നെ. വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടുകയായിരുന്നു ബിൻസിയുടെ ലക്ഷ്യം. പിന്നീട് ബിൻസിക്ക് കുവൈറ്റിൽ സർക്കാർ തല ജോലി. കുവൈറ്റ് ഡിഫൻസിൽ ജോലി കിട്ടിയതോടെ സൂരജിനെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചുറപ്പിച്ചു ബിൻസി. എന്നാൽ വീട്ടുകാരുടെ കനത്ത എതിർപ്പ്. സൂരജിനെ വിവാഹം ചെയ്ത് തൻ്റെ ഒപ്പം കൂട്ടി നേരെ കുവൈറ്റിലേക്ക് ഇരുവരും പുറപ്പെട്ടു. കുവൈറ്റിലെത്തിയ സൂരജിന് നല്ലൊരു ജോലി സർക്കാർ തലത്തിൽ തന്നെ ലഭിച്ചു. എന്നാൽ ദമ്പതികളുടെ ജീവിതത്തിൽ സൂരജിൻ്റെ ക്ഷിപ്രകോപം ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കടുത്ത സംശയരോഗിയായിരുന്നു സൂരജ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതം. ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന അപകടകാരി. കരിയറിൽ വലിയ ലക്ഷ്യങ്ങളുള്ള ബിൻസിക്ക് ഓസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്യണമെന്ന ആഗ്രഹം. കുവൈറ്റിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ടെസ്റ്റ് എഴുതുന്നതിൽ മുൻകൈയെടുത്തതൊക്കെ ബിൻസി. എന്നാൽ ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനെ തുടക്കം മുതൽ എതിർത്തിരുന്നു സൂരജ്. ഈസ്റ്ററിന് കുട്ടികളെ നാട്ടിൽ വിട്ട് തിരികെ ഇരുവരും കുവൈറ്റിലെത്തി. അന്നു മുതൽ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് സൂരജിൻ്റെയും ബിൻസിയുടെയും സുഹൃത്തുക്കൾ പറയുന്നത്. ഒരു വശത്ത് കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇരുവർക്കുമിടയിലുണ്ട്. എന്നാൽ കുവൈറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു ഇരുവരും. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള ദമ്പതികൾ. ബിൻസിയുടെ കഠിനാധ്വാനം തന്നെയായിരുന്നു ഈ നിലയിലേക്ക് അവരെ വളർത്തിയെടുത്തത്. തന്നെ പഠിപ്പിച്ചത് ബിൻസിയാണ്. ഈ നിലയിലേക്ക് തങ്ങൾ വളർന്നു വരാനുള്ള കാരണം ബിൻസിയുടെ കഠിനാധ്വാനമാണ് എന്നൊക്കെ സൂരജ് പറയുമെങ്കിലും വലിയ തോതിൽ മറ്റൊരു തലത്തിലുള്ള മാനസികാവസ്ഥ കൂടി സൂരജിനുണ്ടായിരുന്നു. ബിൻസിയോടുള്ള സൂരജിൻ്റെ അപകർഷതാബോധം ഒരു വശത്ത്, മറുവശത്ത് ആദ്യ പ്രണയത്തിൻ്റെ അലകൾ പിന്നീട് കൊഴിഞ്ഞു. ബിൻസിയെ സംശയദൃഷ്ടിയോടെ നോക്കാനും സംശയമുണർത്തി പല കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കാനും സൂരജ് ശ്രമിച്ചു. ഭാര്യ തൻ്റെ കൈകൊണ്ട് ഭരിച്ചുവെന്നും താനും പോകുന്നുവെന്ന് ബിൻസിയുടെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം പിന്നീട് സൂരജ് തൻ്റെ വാട്സാപ്പ് പ്രൊഫൈൽ മാറ്റുന്നു. വാട്സാപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ സൂരജ് തന്നെ നീക്കം ചെയ്തുവെന്നാണ് സുഹൃത്തുക്കൾ കരുതുന്നത്. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളത് കൊണ്ടാണ് കുട്ടികളെ തിരികെ പോകുമ്പോൾ ഇരുവരും കൂട്ടാതിരുന്നതും. പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെന്തു പിഴച്ചുവെന്നാണ് ഇരുവരുടെയും വീട്ടുകാർ ചോദിക്കുന്നത്. 12 വർഷമായി ഇരുവരും കുവൈറ്റിലാണ്. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഈ ദുരന്തം. ഈസ്റ്ററിന് തൊട്ട് മുൻപാണ് ബിൻസി തനിക്ക് അവധിയില്ല എന്ന കാരണം കൊണ്ട് പെട്ടെന്ന് കുവൈറ്റിലേക്ക് മടങ്ങിയത്. എന്നാൽ ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം സൂരജ് കൂടി മടങ്ങിയെത്തി. ഒരു വശത്ത് പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതികൾ എന്ന ഇമേജാണ് ഇരുവർക്കും നാട്ടിലും അടുത്ത ബന്ധുക്കൾക്കിടയിലുമുള്ളത്. മറുവശത്ത് ദാമ്പത്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇരുവർക്കുമിടയിലുണ്ടായിരുന്നു എന്ന് ബിൻസിയുടെയും സൂരജിൻ്റെയും അടുത്ത സുഹൃത്തുക്കൾ. മനസ്സാക്ഷിയെ തടുക്കുന്ന ഈ കൊലപാതകം നടക്കുന്ന അന്ന് രാവിലെ ബിൻസിയെ സൂരജിൻ്റെ അമ്മ വിളിച്ചിരുന്നു. 3ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. അവരെ മറന്ന് ഇത്തരമൊരു കടുംകൈ സൂരജ് ചെയ്യുമോ? പലപ്പോഴും സൂരജിൻ്റെ പ്രവർത്തനങ്ങൾ ബൈപ്പോളർ തലത്തിലായിരുന്നുവെന്ന് ബിൻസിയുടെ സുഹൃത്തുക്കൾ പറയും. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചില സ്വഭാവ രീതികൾ സൂരജിനുണ്ടായിരുന്നു. നിശ്ചയദാർഢ്യത്തോടെ കഠിനാധ്വാനം ചെയ്തിരുന്നു ബിൻസി. 5 പ്രാവശ്യമാണ് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ടെസ്റ്റ് ബിൻസി എഴുതിയത്. തൻ്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ നാട്ടിൽ വിട്ട് ബിൻസിയും സൂരജും ഓസ്ട്രേലിയയിലേക്ക് പോയി വീണ്ടും കരിയറിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിച്ചു. വലിയ സ്വപ്നങ്ങളുള്ള ഇരുവരും എന്തുകൊണ്ട് ഇത്തരം കടുംകൈയിലേക്ക് കടന്നു? എത്രമേൽ സ്നേഹിച്ചാലും എത്ര തീവ്രമായ പ്രണയം ഇരുവർക്കുമിടയിൽ ഉണ്ടായി എങ്കിലും ഒരൊറ്റ നിമിഷത്തെ അവിവേകം അതവരുടെ ജീവിതം കെടുത്തി എന്ന് മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ അനാഥരാക്കി. 2 കുടുംബങ്ങൾ അവർക്ക് തീരാവേദന സമ്മാനിച്ചുകൊണ്ടാണ് ഇരുവരുടെയും ഈ മരണം. എന്തിനു വേണ്ടിയാണ് ഇത്തരം കൊലപാതകങ്ങൾ എന്ന ചോദ്യം അവശേഷിക്കുന്നു. ബിൻസിയെ ഇത്രമേൽ സംശയമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവളെ ഉപേക്ഷിച്ചുകൂടായിരുന്നു സൂരജിന്? നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സാഡിസ്റ്റുമാർ ഒത്തിരിയേറെയുണ്ട്. ഒരുപാട് കുടുംബജീവിതങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത് ഇത്തരം അഗ്നിപർവ്വതങ്ങളിലൂടെയാണ്. ഇത്തരം അഗ്നിപർവ്വതങ്ങൾക്ക് മുകളിൽ മറ്റാരോടും ഒന്നും തുറന്നു പറയാതെ കഴിയുന്ന ഒരുപാട് ദമ്പതികൾ. പ്രശ്നങ്ങൾ എല്ലാ ദാമ്പത്യങ്ങൾക്കിടയിലുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ വിജയം.
പരസ്പരം പറഞ്ഞും മനസ്സിലാക്കിയുമൊക്കെ കടന്നു പോകണം. ഒരു വഴക്കും ഒരു ദിവസത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കരുത്. വലിയ വാശിയാണ് ഇപ്പോൾ യുവതലമുറയ്ക്ക്. ഒരു വഴക്ക് അവസാനിക്കാൻ ദിവസങ്ങളോ മാസങ്ങളോ കടന്നുപോകും. അതിനിടയിൽ വഴക്കിൽ നിന്ന് വഴക്കിലേക്കുള്ള പൂരം, ഒടുവിൽ പരസ്പരം കുത്തിമരിക്കുന്ന കാഴ്ച. മരണം ഒന്നിനുമല്ല ഉത്തരമല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ഇവർക്കില്ലാതെ പോയി. അവിടെയാണ് സൂരജ് എന്ന കുറ്റവാളി ബിൻസി എന്ന നല്ലൊരു നേഴ്സിൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് എന്ന് നമ്മൾ കരുതാൻ. ഈ കേസിൽ ഇനിയും പുറത്തു വരാൻ എന്തെങ്കിലും മറ്റ് സത്യങ്ങളുണ്ടോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.